നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളമല്ലേ, ഈ കഞ്ഞിവെള്ളം വെച്ച് നിങ്ങൾ ഇങ്ങനെ തല കഴുകി നോക്കിക്കേ, എത്ര കടുത്ത മുടി കൊഴിച്ചിലും മാറുകയും ചെയ്യും. മുടി ഫാസ്റ്റായിട്ട് വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. കുട്ടികൾക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുടിക്കായൊക്കെ ഉള്ള പിള്ളേർക്ക് തേക്കാം. മുടി കൊഴിച്ചിലൊക്കെ മാറാൻ, താരം മാറാൻ ബെസ്റ്റാണ്. ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്ത് ഇതുപോലെ എടുത്തൊഴിക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ചെമ്പരത്തി പൂ, ഇഷ്ടമുള്ള എണ്ണം ആട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു 3-4 ചെമ്പരത്തിയുടെ പൂവ് നമുക്ക് ഇതുപോലെ വാരിയിടാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില. ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് മുടിക്ക് കറുപ്പും തിളക്കവും കിട്ടും. അതുമാത്രമല്ലാണ്ട് മിക്കവരും തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരാറുണ്ട്, മുടിക്കായ എൻ്റെ കൊച്ചിൻ്റെ തലയിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം മുടിക്കായ ഊർന്ന് പോകാനായിട്ട് കറിവേപ്പില ഇട്ടുള്ള വെള്ളം നല്ലതാണ്. അപ്പോൾ ഒരു 1-2 കറിവേപ്പിലയും ഇത് 1/2 സ്പൂൺ ഉലുവാട്ടം, ഈ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചെമ്പരത്തി പൂ പറിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു 2-3 ചെമ്പരത്തിയുടെ ഇല കൂടി പറിച്ചോട്ടോ. താളി പോലെ തന്നെ ഇരിക്കും. നമുക്ക് നല്ല ഒരു എണ്ണ കാച്ചിയ ആ ഒരു ഇത് കിട്ടുകയും ചെയ്യും തലയ്ക്ക് കേട്ടോ. അപ്പോൾ ഈ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ ഇത് റോസ്മേരിയുടെ ലീഫാണ്. റോസ്മേരിയുടെ ലീഫ് മുടി കൊഴിച്ചത് മാറാൻ മാത്രമല്ല കേട്ടോ, ചെറിയ ചെറിയ മുടികൾ കിളിർക്കാൻ നല്ലതാണ്. തലയൊട്ടിയിൽ മുടി വളരാൻ ഫാസ്റ്റായിട്ട് വളരാൻ നല്ല. അപ്പം റോസ്മേരിയുടെ ലീഫ് ഒരു 1/2 സ്പൂൺ അതും ഇട്ട് കൊടുക്കണേ. എന്നിട്ടുണ്ടല്ലോ, കറ്റാർവാഴ വീട്ടിൽ നിൽക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം കറ്റാർവാഴ മുറിച്ചിട്ടോളണം കേട്ടോ. അപ്പം കറ്റാർവാഴ ഉള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ കറ്റാർവാഴ സ്കിപ്പ് ചെയ്തോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു 1/2 സ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഈ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുമ്പോൾ നീർക്കെട്ട് വീഴത്തില്ല മെയിനായിട്ട്. പിന്നെ അത് മാത്രമല്ലാണ്ട് കരിഞ്ചീരകം അറിയാലോ, മുടി വളരാൻ നല്ല കറുപ്പ് കിട്ടും. അകാലനര തടയാനൊക്കെ കിട്ടും കരിഞ്ചീരകം നല്ല. ഈ കരിഞ്ചീരക എണ്ണ എന്നൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ, കറുത്ത കളർ എണ്ണയാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കട്ടെ, ഞാൻ വീഡിയോ ഇടാം കേട്ടോ അത്. അപ്പോൾ അതുപോലെ നിങ്ങളത് ഉണ്ടാക്കി ഇത് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ട് അതിലെല്ലാം പോകരുത്. ഈ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തിളച്ച് പൊന്തിപ്പോരും, പാല് പൊന്തിപ്പോരും പോലെ. അപ്പോൾ നന്നായിട്ട് തിളച്ചൊരു 10 മിനിറ്റ് നേരം തീ ഓഫ് ചെയ്യണം. നല്ല റോസ് കളർ കഞ്ഞിവെള്ളമായിട്ട് കിട്ടും. ഇങ്ങനെ ഇനി നമുക്കിതൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് കൈകൊണ്ട് ഞൊലച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റോസ്മേരിയുടെ ലീഫും കരിഞ്ചീരകവും ഓഫർ പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ക്ലിക്ക് ചെയ്താൽ മതി. മലയാളം ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട് കേട്ടോ, റോസ്മേരിയുടെയും കരിഞ്ചീരകത്തിൻ്റെയൊക്കെയും. അപ്പോൾ നിങ്ങൾക്ക് കയറി വാങ്ങാം. ഇൻസ്റ്റയിൽ പിള്ളേരെ ഇത് കാണണമെങ്കിലുണ്ടല്ലോ, നിങ്ങൾ മെസ്സഞ്ചറിൽ ഒരു പണിയില്ല, ഞാൻ ലിങ്ക് ഇട്ട് തരട്ടെ. നമ്മുടെ താഴെ ഇൻസ്റ്റയിൽ ലിങ്ക് ഇടാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. കാരണം FBയിൽ കാര്യം 300K ഫോളോവേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അപ്പം ഇൻസ്റ്റയിൽ പിള്ളേർ കാണണമെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിൽ പിള്ളേരെ കാണണമെങ്കിൽ സബ് ചെയ്യുക. ഇതുപോലത്തെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് സബും ഫോളോ ഒക്കെ ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.